സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. ഖൊമൈനിയുടെ യുദ്ധഭീഷണി, പിന്നെ നാവികാഭ്യാസത്തിൽ നിന്നുള്ള ഇറാന്റെ തന്ത്രപരമായ പിന്മാറ്റം, തങ്ങൾ ആക്രമണം തുടങ്ങില്ല എന്ന് വീണ്ടും കൃത്യമായി പ്രഖ്യാപിച്ച നിലപാട്. ഈ മൂന്ന് കാര്യങ്ങളിലൂടെ ഇറാൻ തുറന്നിട്ടത് ചർച്ചയുടെ വാതിലാണ്. ഇറാൻ വിചാരിച്ച വഴിയേ തന്നെ കാര്യങ്ങൾ പോകുന്നുവെന്നാണ് ഏറ്റവും ഒടുവിലത്തെ സംഭവവികാസങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷാവസ്ഥയിൽ നിർണായകമായ വഴിത്തിരിവ് തന്നെ ഉണ്ടായിരിക്കുകയാണ്. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഇരു രാജ്യങ്ങളും തമ്മിൽ ആണവ ചർച്ചകൾ പുനരാരംഭിക്കാൻ ധാരണയായി എന്നാണ് സൂചന. സംഘർഷത്തിന് അയവ് വന്നതോടെ ഇസ്രയേൽ പതിവ് സ്വഭാവം പുറത്തെടുക്കുകയാണ് എന്ന സൂചനകളും പുറത്തുവരികയാണ്. ഇങ്ങനെയുള്ള 4 പ്രധാനപ്പെട്ട നീക്കങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോ പറയുന്നത്. ഒന്നാമത്തെ കാര്യം, ഇപ്പോഴത്തെ മഞ്ഞുരുകലിലേക്ക് നയിച്ച ഇറാന്റെ പ്രധാനപ്പെട്ട ഒരു നീക്കമാണ്. അത് ഹോർമൂസ് കടലിടുക്കിൽ നടത്തുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചിരുന്ന നാവിക അഭ്യാസത്തിൽ നിന്ന് അവർ തന്ത്രപൂർവ്വം പിന്മാറിയത് തന്നെയാണ്. അങ്ങനെ ഒരു നാവികാഭ്യാസം നടത്താൻ തങ്ങൾ പദ്ധതി ഇട്ടിരുന്നില്ല എന്നാണ് ഇറാൻ പിന്നീട് വിശദീകരിച്ചത്. മാധ്യമങ്ങൾ തെറ്റായി റിപ്പോർട്ട് ചെയ്തതാണ് എന്ന് ഒക്കെ ആണ് ടെഹ്റാൻ വ്യക്തമാക്കിയത്. എന്നാൽ അതല്ല, തങ്ങളായിട്ട് അമേരിക്കയ്ക്ക് മേൽ ഒരു പ്രകോപനം സൃഷ്ടിക്കുന്നത് അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ വിള്ളൽ വീഴ്ത്തുമെന്ന കാര്യം മനസ്സിലാക്കി തന്നെയാണ് ഇറാൻ പിന്മാറിയത് എന്നാണ് നയതന്ത്ര വിദഗ്ധർ വിലയിരുത്തുന്നത്. അതായത് അമേരിക്കയ്ക്ക് മേൽ കനത്ത സമ്മർദ്ദം ചെലുത്തിയ ശേഷമാണ്, ഞങ്ങൾ എന്തിനും തയ്യാറാണ് എന്നുള്ള സന്ദേശം നൽകിയ ശേഷമാണ് ഇറാൻ നാവികാഭ്യാസത്തിൽ നിന്ന് പിന്മാറിയത് എന്നതാണ് നമ്മൾ കാണേണ്ടത്. നാവികാഭ്യാസം നടത്തിയാൽ ഒരുപക്ഷെ അമേരിക്കയോ അല്ലെങ്കിൽ ഇസ്രയേലോ അത് മുതലെടുക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു സംശയവും ഇറാനുണ്ടായി. അതുകൊണ്ടാണ് പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖൊമൈനി യുദ്ധഭീഷണി മുഴക്കിയതിന് പിന്നാലെ ലൈവ് ഫയർ നാവികാഭ്യാസത്തിൽ നിന്ന് ഇറാൻ തന്ത്രപൂർവ്വം മാറിയത്. ഇറാന് നേരെ ആക്രമണം ഉണ്ടായാൽ അത് ഒരു പ്രാദേശിക യുദ്ധമായി മാറുമെന്നാണ് ആയത്തുള്ള ഖൊമൈനി അമേരിക്കയോട് വ്യക്തമായി പറഞ്ഞത്. മാത്രമല്ല, താൻ ബങ്കറിൽ ഒളിച്ചിരിക്കുന്നു എന്ന പാശ്ചാത്യ പ്രചാരണത്തെയും ഖൊമൈനി പൊതു ഇടത്ത് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് തന്നെ നിഷ്പ്രഭമാക്കി. ആ പ്രചാരണം തെറ്റാണെന്ന് തെളിയുകയും ചെയ്തു. മാത്രമല്ല, ഇറാൻ ആക്രമണമോ പ്രകോപനമോ ആദ്യം നടത്തില്ല എന്ന് ഖൊമൈനി അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഒരേ സമയം മുന്നറിയിപ്പും ചർച്ചയുടെ സാധ്യതകളും തുറന്നിട്ടായിരുന്നു ഖൊമൈനിയുടെ ആ വാക്കുകൾ. അത് കൊള്ളേണ്ടിടത്ത് തന്നെ കൊള്ളുകയും ചെയ്തു. അങ്ങോട്ട് ആക്രമിച്ചാൽ ഇറാന്റെ തിരിച്ചടി എന്തെന്ന് തിരിച്ചറിയാൻ കഴിയാതെ ട്രംപും കൂട്ടരും കുഴങ്ങുകയും ചെയ്തു. ഇതോടെയാണ് ഇറാനുമായി ആണവ ചർച്ചകൾക്ക് കൂടുതൽ താല്പര്യം പ്രകടിപ്പിച്ച് അമേരിക്കയുടെ മധ്യസ്ഥർ രംഗത്തെത്തിയത്. ഇതാണ് ഈ മേഖലയിൽ നടന്ന രണ്ടാമത്തെ നിർണായകമായ നീക്കം. ഇറാന്റെ തന്ത്രപൂർവമായ പിന്മാറ്റത്തിന് പിന്നാലെ നടന്ന നീക്കം എന്ന് തന്നെ നമുക്ക് പറയാം. ഇറാനുമായി നേരിട്ട് ചർച്ച നടത്താൻ അമേരിക്ക തയ്യാറെന്ന് തുർക്കിയും ഖത്തറും ഇറാന് നേരിട്ട് അറിയിച്ചു. ഇതോടെയാണ് അമേരിക്കയുമായി നേരിട്ട് ചർച്ചകൾ പുനരാരംഭിക്കാൻ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാൻ ഉത്തരവിട്ടത്. ഇരു രാജ്യങ്ങളിലെയും മുതിർന്ന ഉദ്യോഗസ്ഥർ വരുന്ന വെള്ളിയാഴ്ച ഇസ്താംബൂളിൽ കൂടിക്കാഴ്ച നടത്തുമെന്നാണ് ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ്, ട്രംപിന്റെ മരുമകൻ ജാരദ് കുഷ്ണർ, ഇറാനിയൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി എന്നിവരും തുർക്കി, ഖത്തർ, ഈജിപ്റ്റ് എന്നിവിടങ്ങളിൽ നിന്നുള്ള മുതിർന്ന ഉദ്യോഗസ്ഥരും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തേക്കുമെന്നാണ് വിവരമുള്ളത്. അരാക്ചിയും സ്റ്റീവ് വിറ്റ്കോഫും ഇപ്പോൾ നേരിട്ട് സന്ദേശങ്ങൾ കൈമാറുന്നു എന്നാണ് റിപ്പോർട്ട്. ചില ഉദ്യോഗസ്ഥരാണ് ഈ വിവരങ്ങൾ പുറത്തുവിട്ടത് എന്നാണ് ദി ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത്. സംഘർഷ സാധ്യത ലഘൂകരിക്കാൻ ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതികൾ നിർത്തിവെക്കാൻ തയ്യാറായേക്കുമെന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പകരമായി ആണവോർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ ഒരു പ്രാദേശിക കൂട്ടായ്മ രൂപീകരിക്കണമെന്ന നിർദ്ദേശം ഇറാൻ മുന്നോട്ട് വെച്ചിട്ടുണ്ടത്രേ. സമ്പുഷ്ടീകരിച്ച യുറേനിയം റഷ്യയിലേക്ക് അയക്കാമെന്നും ഇറാൻ വാഗ്ദാനം ചെയ്തതായാണ് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ ഇത്തരം റിപ്പോർട്ടുകൾ എത്രത്തോളം ശരിയെന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം പാശ്ചാത്യ മാധ്യമങ്ങളും വാർത്താ ഏജൻസികളും പലപ്പോഴും അമേരിക്കൻ അജണ്ടയുടെ ഭാഗമായിട്ടാണ് ചില വാർത്തകൾ നൽകുന്നത്. തുർക്കി, ഈജിപ്റ്റ്, ഒമാൻ, ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങൾ മധ്യസ്ഥ ശ്രമങ്ങൾ ഊർജിതമാക്കിയതോടെയാണ് ചർച്ചകൾക്ക് കളമൊരുങ്ങിയത് എന്നാണ് മറ്റൊരു റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി സൗദി അറേബ്യ, ഈജിപ്റ്റ്, തുർക്കി തുടങ്ങിയ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായി ടെലിഫോണിൽ ഇപ്പോഴത്തെ പുതിയ സംഭവ വികാസങ്ങൾ ചർച്ച ചെയ്തതായി ഇറാൻ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ഇർന റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, ആദ്യം ഇറാനിൽ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളുടെ പേരിലായിരുന്നു ട്രംപ് ഇറാനെതിരെ ഭീഷണിയുമായി രംഗത്ത് വന്നത്. അല്ലെങ്കിൽ ഇറാനിൽ വലിയ തോതിലുള്ള മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുന്നു എന്ന് ആരോപിച്ചാണ് ട്രംപ് ഭീഷണിയുമായി രംഗത്ത് വന്നത്. എന്നാൽ പിന്നീട് ഇറാൻ തീരത്തേക്ക് അർമാഡ എത്തിയതിന് ശേഷം ട്രംപ് ആ നിലപാട് മാറ്റി. ഇറാന്റെ ആണവ പദ്ധതികൾ അവസാനിപ്പിക്കുക, ബാലിസ്റ്റിക് മിസൈലുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുക, മേഖലയിലെ സായുധ സംഘങ്ങൾക്കുള്ള പിന്തുണ പിൻവലിക്കുക എന്നിങ്ങനെയുള്ള ആവശ്യങ്ങൾ നിരത്തി കരാറിൽ ഒപ്പിടാനാണ് ട്രംപ് ഇറാൻ ഭരണകൂടത്തിന് മേൽ ഇപ്പോൾ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടേയിരിക്കുന്നത്.
പരമാവധി സമ്മർദ്ദം എന്ന തന്ത്രം തന്നെയാണ് ട്രംപ് ഇറാന് മേൽ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി തന്നെയാണ് വലിയ കപ്പൽ കൂട്ടം പശ്ചിമേഷ്യൻ മേഖലയിലേക്ക് കൊണ്ടുവന്നിട്ടത്. പക്ഷേ അത്തരം സമ്മർദ്ദങ്ങളിലും പ്രകോപനങ്ങളിലും ഇറാൻ വീണില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പകരം അമേരിക്കയ്ക്ക് ശക്തമായ മറുപടി തന്നെ നൽകി. അമേരിക്കൻ അർമാഡയ്ക്ക് ചുറ്റും മിസൈൽ ബോട്ടുകളും മറ്റും കൊണ്ടുവന്ന് ഇറാൻ വലയം സൃഷ്ടിച്ചു. മാത്രമല്ല അത്യാധുനിക ഡ്രോൺ കാരിയർ യുദ്ധക്കപ്പലായ ഷാഹിദ് ബഗേരി ബന്ദർ അബ്ബാസ് തുറമുഖത്തിന് അടുത്ത്, അതായത് ഈ USS എബ്രഹാം ലിങ്കൻ കപ്പലിന് സമാനമായ രീതിയിൽ കടലിൽ നങ്കൂരമിടുകയും ചെയ്തു. ഭീഷണികൾക്ക് വഴങ്ങി ഒരു ചർച്ചയ്ക്കും ഇല്ല എന്ന് തന്നെയാണ് ഇറാൻ ഇപ്പോഴും ആവർത്തിക്കുന്നത്. ഇങ്ങോട്ട് ബഹുമാനം കിട്ടുന്ന, ഇറാനെ പരിഗണിക്കുന്ന ചർച്ചകൾക്ക് രാജ്യമുള്ളൂ എന്നാണ് ആരാഗ്ചിയും പ്രസിഡന്റ് പെഷഷ്കിയാനും ആവർത്തിച്ചു വ്യക്തമാക്കുന്നത്. അമേരിക്ക ആക്രമിച്ചാൽ ശക്തമായി തന്നെ തിരിച്ചടിക്കുമെന്നും ഇറാൻ ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടേയിരിക്കുന്നു. അതായത് നിലപാടുകളിൽ നിന്ന് ഇറാൻ അണുകിട മാറിയിട്ടില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറുഭാഗത്ത് സംഘർഷം ഒഴിവാക്കാനുള്ള വലിയ നീക്കങ്ങൾ പശ്ചിമേഷ്യ കേന്ദ്രീകരിച്ച് നടക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇസ്രയേൽ ഉദ്യോഗസ്ഥർ മനസ്സ് തുറക്കുകയാണ്. അവരുടെ ലക്ഷ്യം ഇറാനെ അമേരിക്ക ആക്രമിക്കണം എന്ന് തന്നെയാണ്. ഇറാനെ അമേരിക്ക ആക്രമിച്ചില്ല എങ്കിൽ മേഖലയിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നാണ് ഇസ്രയേൽ വാഷിംഗ്ടണിന് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. മുതിർന്ന ഉദ്യോഗസ്ഥരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഒരു സുരക്ഷാ യോഗം വിളിച്ചു ചേർത്തതായി ഇസ്രയേലിലെ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇറാനെക്കുറിച്ച് അമേരിക്കൻ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി മടങ്ങിയെത്തിയ സൈനിക മേധാവി ഇയാൽ സമീർ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഈ യോഗത്തിൽ പങ്കെടുത്തു. മൊസാദ് ഡയറക്ടർ ഡേവിഡ് ബെർണിയും ഈ യോഗത്തിൽ പങ്കെടുത്തതായി ഇസ്രയേൽ ഔദ്യോഗിക ചാനലായ KAN റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തിരിച്ചറിയപ്പെടാതിരിക്കാൻ സൈനിക വിമാനത്തിന് പകരം സ്വകാര്യ വിമാനത്തിലാണ് ഇയാൽ സമീർ അമേരിക്കയിലേക്ക് പോയതെന്നും ഇറാനെതിരെ ആക്രമണം നടത്താൻ വാഷിംഗ്ടനെ പ്രേരിപ്പിക്കുകയായിരുന്നു അയാളുടെ ലക്ഷ്യമെന്നും വിവിധ വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അമേരിക്കൻ ഇസ്രയേൽ ഉന്നത ജനറൽമാർ വെള്ളിയാഴ്ച പെൻറ്റഗണിൽ വെച്ച് ചർച്ച നടത്തിയെന്ന് 2 അമേരിക്കൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ അമേരിക്കൻ ജനറൽ ഡാൻ കെയ്നും ഇയാൻ സമീറും തമ്മിൽ നടന്ന അടച്ചിട്ട മുറിയിൽ നടന്ന ചർച്ചകളുടെ വിശദാംശങ്ങൾ പുറത്തുവിടാൻ ഈ ഉദ്യോഗസ്ഥർ, അതായത് ഈ റോയിറ്റേഴ്സിനോട് ഇക്കാര്യം പറഞ്ഞ ഉദ്യോഗസ്ഥർ തയ്യാറായിട്ടില്ല. അതിനിടെ 2 ആഴ്ചയ്ക്കുള്ളിലോ 2 മാസത്തിനുള്ളിലോ അമേരിക്ക ഇറാനെ ആക്രമിക്കുമെന്നാണ് ഈ ഇസ്രയേലിലെ സൈനിക മേധാവി ഇയാൽ സമീർ പറഞ്ഞതായി ഇസ്രയേൽ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. വാഷിംഗ്ടണിലെ ചർച്ചകൾക്ക് ശേഷം ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സുമായി ഇയാൽ സമീർ കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. മേഖലയിലെ ഏത് സാഹചര്യത്തെയും നേരിടാൻ ഇസ്രയേൽ സൈന്യം സജ്ജമാണെന്ന് കാറ്റ്സിന്റെ ഓഫീസ് അറിയിക്കുകയും ചെയ്തു. ട്രംപ് നടത്തുന്ന ചർച്ചകളിലൂടെ ഇറാന്റെ ആണവ പദ്ധതി നിർത്തലാക്കുന്നതിലേക്ക് കാര്യങ്ങൾ നയിക്കുമെന്നാണ് ഇസ്രയേൽ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഈ ചില മുതിർന്ന ഉദ്യോഗസ്ഥർ ഇത് സംബന്ധിച്ച് ചില സൂചനകളും നൽകുന്നുണ്ട്. എന്നാൽ അമേരിക്ക ഇറാനെ ആക്രമിക്കുന്നത് ഒഴിവാക്കിയാൽ ഇറാൻ ആണവായുധ നിർമ്മാണം പൂർത്തിയാക്കുമെന്നും അത് പശ്ചിമേഷ്യയ്ക്ക് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നുമാണ് ഇസ്രയേലിൻ്റെ മുന്നറിയിപ്പ്. ഇറാന്റെ ആണവ മിസൈൽ പദ്ധതിയെക്കുറിച്ചുള്ള തങ്ങളുടെ ആശങ്കകൾ ഇസ്രയേൽ ഉദ്യോഗസ്ഥർ അമേരിക്കയെ അറിയിച്ചിട്ടുണ്ട്. ഇറാനുമായി ഒരു യുദ്ധമുണ്ടായാൽ ഏകദേശം $10 ബില്യൺ ചെലവ് വരുമെന്നാണ് ഇസ്രയേൽ ഇപ്പോൾ തന്നെ കണക്കാക്കി വെച്ചിരിക്കുന്നത്. എന്നാലും കുഴപ്പമില്ല, മേഖലയുടെ ഭീഷണിയായി ഇറാനെ ഒതുക്കണമെന്ന് തന്നെയാണ് ഇസ്രയേലിൻ്റെ നിലപാട്. അതുകൊണ്ട് അമേരിക്ക ഇറാനെ ആക്രമിക്കണമെന്നാണ് ഇസ്രയേലിൻ്റെ മനസ്സിലിരിപ്പ്. എന്നാൽ ഇറാനെ ആക്രമിക്കാൻ ട്രംപിനും കൂട്ടർക്കും പദ്ധതി ഇല്ല എന്നാണ് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൻ്റെ പ്രത്യാഘാതം അമേരിക്കയ്ക്ക് നന്നായി അറിയാം. അറബ് രാജ്യങ്ങളും തുർക്കിയും ഇത് സംബന്ധിച്ച് കൃത്യമായ മുന്നറിയിപ്പ് അമേരിക്കയ്ക്ക് നൽകിയിട്ടുമുണ്ട്. ഇസ്രയേലിൻ്റെ കെണിയിൽ വീഴരുത് എന്നാണ് തുർക്കി അമേരിക്കയ്ക്ക് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. ഈ മുന്നറിയിപ്പുകൾ കണക്കിലെടുത്തുകൊണ്ട് തന്നെ അമേരിക്ക ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ഇസ്രയേലുമായി പങ്കുവയ്ക്കുന്നില്ല എന്നാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മാത്രമല്ല തീരുമാനങ്ങൾ എടുക്കുന്ന പ്രക്രിയയിൽ നിന്ന് ഇസ്രയേലിനെ ഒഴിവാക്കിയെന്നും ചില ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകളെക്കുറിച്ച് ചർച്ച ചെയ്യാതെ അവരുടെ ആണവ പദ്ധതിയിൽ മാത്രം ട്രംപ് കരാറിൽ എത്തുമോ എന്നതാണ് ഇസ്രയേലിൻ്റെ പ്രധാനപ്പെട്ട ആശങ്ക. കാരണം ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രയേലിൻ്റെ പേടി സ്വപ്നമാണ്. അതിൻ്റെ പ്രഹരം കഴിഞ്ഞ 12 ദിന യുദ്ധസമയത്ത് ഇസ്രായേൽ നന്നായി അനുഭവിച്ചതാണ്. ഇസ്രയേലിൻ്റെ പേരുകെട്ട മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ഇറാൻ മിസൈലുകൾക്ക് മുന്നിൽ നിഷ്പ്രഭമായതുമാണ്. എന്തായാലും ചർച്ചയിലേക്ക് തന്നെ ഇറാനും അമേരിക്കയും എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പശ്ചിമേഷ്യയിൽ സമാധാനം വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇസ്രയേലിൻ്റെ കുടില തന്ത്രങ്ങൾ വീണ്ടും പരാജയപ്പെടുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. യുദ്ധമില്ലാത്ത കാലമാണ് നല്ലത് എന്നത് എല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ചെയ്യുക. വാട്സപ്പിൽ പേജ് 10 സ്റ്റോറീസ് വീഡിയോകൾ കിട്ടാൻ കമൻറ്റ് ബോക്സിലുള്ള ലിങ്കുകൾ ക്ലിക്ക് ചെയ്യുക. വാട്സപ്പ് ചാനലിലോ വാട്സപ്പ് ഗ്രൂപ്പിലോ അംഗമാകാം. നന്ദി, നമസ്കാരം.